Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്ററിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള സ്കോപ്പുള്ള ഒരു പേപ്പറാണ്. സോ അതിൽ നിന്ന് കുറച്ച് സജഷൻസ് നൽകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. എന്നാ പിടിച്ചോ. വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൺട്രോൾ എന്താണ്? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്, അതും നോക്കി വയ്ക്കുക. ഇക്കണോമിക് വാല്യൂ ആഡഡ് EVA അത് നോക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പേ ബാക്ക് പീരീഡ്, ഞാൻ ഷോർട്ടാക്കി എഴുതുന്നുള്ളൂ. പേ ബാക്ക് പീരീഡ് എന്താണ്? NPV എന്താണ്? പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് PI എന്താണ്? അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്യാപിറ്റൽ റേഷനിങ് എന്താണ്? ദെൻ നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താണ്? സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താണ്? ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്താണ്? ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റി ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്, വരുമെന്ന് തോന്നുന്നു. നോക്കാം. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം, ഫിനാൻഷ്യൽ റിസ്ക് എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് എന്താണ്? ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഓക്കെ, ഫിനാൻഷ്യൽ റിസ്ക്കും ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതിലേതെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്താണ്? ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ. NOI നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഉണ്ട്. അപ്രോച്ച് അതുപോലെ തന്നെ MM-ൻ്റെ അപ്രോച്ച് ഉണ്ട്. ഞാൻ MM മാത്രമേ എഴുതുന്നുള്ളൂ. MM അപ്രോച്ച് ഏതെങ്കിലും നോക്കി വയ്ക്കുക, അല്ല ഏതെങ്കിലും അല്ല നോക്കി വയ്ക്കുക, പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് ലിവറേജ് അനാലിസിസ് എന്താണ്? അതിൽ 3 ടൈപ്പ് ലിവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഫിനാൻഷ്യൽ ആവാം, ഓപ്പറേറ്റിംഗ് ആവാം, കമ്പൈൻഡ് ആവാം, അല്ലെങ്കിൽ കോമ്പോസിറ്റ് എന്ന് പറയും നമ്മൾ. ഓക്കെ, കോമ്പോസിറ്റ് എന്ന് പറയും. ഓക്കെ, ലിവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? ചിലപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റോ പ്രിഫറൻസോ ഇക്വിറ്റി അങ്ങനെ ചോദിക്കാം. CAPM മോഡല് നോക്കി വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നു ഷെയർ സ്പ്ലിറ്റ് എന്താണ്? ദെൻ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നു EOQ എന്താണ്? ഡേഞ്ചർ ലെവൽസിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ വരാം. ഡേഞ്ചർ ലെവൽ എന്താണ്? അല്ലെങ്കിൽ മിനിമം ലെവലോ അങ്ങനെ ലെവൽസിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ പിന്നെ പറയാനുള്ളത് JIT എന്താണ്? മിനിമം JIT ജസ്റ്റ് ഇൻ ടൈമോ അതല്ലെങ്കിൽ ABC അനാലിസിസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അതിൽ തന്നെയുള്ള ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ അതിൽ ചിലപ്പോൾ ഗ്രോസോ നെറ്റോ അങ്ങനെയും ചോദിക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലോ അങ്ങനെ. ലാസ്റ്റ് ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട്
സാധ്യതകളുള്ള അതാണ് 2 മാർക്സിൻ്റെ. എന്നാലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇതിൽ നിന്ന് 8 ഉണ്ടാവും. 5 ആൻസർ കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്? ഫിനാൻഷ്യൽ കൺട്രോൾ, ഫിനാൻഷ്യൽ പ്ലാനിങ്, EVA, പിന്നെ പേ ബാക്ക് പീരീഡോ NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ക്യാപിറ്റൽ റേഷനിങ്, സെൻസിറ്റിവിറ്റി അനാലിസിസോ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, പിന്നെ ഫിനാൻഷ്യൽ റിസ്ക്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, MM, ലിവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, CAPM മോഡൽ നോക്കുക. ദെൻ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഷെയർ സ്പ്ലിറ്റ്, ദെൻ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, EOQ, ലെവൽസിൽ ഏതെങ്കിലും ഒരെണ്ണം, JAT, ABC, പിന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ലോക്ക് ബോക്സ് സിസ്റ്റം എന്താണ്. ഇതൊക്കെയാണ് 2 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.